നമ്മളിവിടെ ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോയുടെ ശീതളിമയിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വീകരണ മുറിയിലെ സുരക്ഷിതത്വത്തിൽ ഇരുന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഒരു വന്യജീവി കാടിറങ്ങി വന്ന് സ്വന്തം ജീവൻ എടുക്കാമെന്ന ഭീതിയിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിരൂക്ഷമാണ് സംസ്ഥാനത്തെ വന്യമൃഗശല്യം. ചില കണക്കുകൾ കൂടി കാട്ടിത്തരാം. 2008 മുതൽ ഈ 2025 വരെ എത്ര ജീവനുകളാണ് ഈ വന്യമൃഗ ശല്യം എടുത്തതെന്ന് നോക്കൂ. നമ്മുടെ മുന്നിലുള്ള ഈ കണക്കുകൾ തന്നെ പറയും അവർ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം. 1688 ജീവനുകളാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത്. 2019 മുതൽ 2025 വരെയുള്ള കണക്കനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് 552 ആണ്. 500 മുകളിൽ മനുഷ്യർ വന്യജീവി ആക്രമണത്തിൽ മരിച്ചുവെന്ന് ചുരുക്കം. 2025 നടപ്പു വർഷത്തേക്ക് തന്നെ നമുക്ക് വരാം. 2025 കണക്കാണ് ഈ പട്ടികയിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. കാട്ടുപന്നി ആക്രമണത്തിൽ 6 മരണം. കടുവയുടെ ആക്രമണത്തിൽ 2, കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2. 35 പേർക്ക് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട്. കാട്ടുപന്നി ആക്രമണത്തിൽ 131 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. മരണം മാത്രമല്ല, ഈ പരിക്കുകളുടെ കണക്കും പ്രധാനപ്പെട്ടതാണ്. ജീവനോപാധി ഇല്ലാതായി പോയ മനുഷ്യരാണ് ഈ പരുക്കിന്റെ പട്ടികയിൽ കിടക്കുന്നത്. ഇനി നമുക്ക് കൂടുതൽ കണക്കുകളിലേക്ക്, കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ 2015 104 പേർ, 2017 168 പേർ, 2020 111 പേർ കൊല്ലപ്പെട്ടു. അതാണ് നമ്മുടെ മുന്നിലുള്ള കണക്ക്. ഇനി 2015, 2016 വർഷത്തെ കണക്കിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ 104 പേരാണ് ആക്രമണങ്ങളിൽ മരിച്ചത്. ഓരോ വർഷവും ഈ കണക്ക് കൂടി വരികയാണ് എന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. 2016, 2017 കാലഘട്ടത്തിൽ 145 ആണ്. 2017, 2018 168 ആണ്. 100 താഴേക്ക് പോകുന്നതേയില്ല. 2018, 2019 കാലഘട്ടത്തിൽ അത് 122 മാറുന്നു. 2019, 2020 അത് 111 മാറുന്നു. ഇനി നമുക്ക് തൊട്ടടുത്ത വർഷങ്ങളിലേക്ക് വരാം. 2021 വന്നാൽ നോക്കൂ, കണക്കിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. 100 മുകളിൽ തന്നെയാണ്. 132, 2022 137. ഇതൊരു മരണപ്പട്ടികയാണ്. ഈ പട്ടിക നമ്മൾ പറയുമ്പോൾ അത്രയും കുടുംബങ്ങൾ അനാഥമായി എന്നതുകൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ 5 ലക്ഷം, 10 ലക്ഷം എന്ന് പറഞ്ഞ് ധനസഹായം പ്രഖ്യാപിച്ച് സ്ഥിതിയൊന്ന് തൽക്കാലത്തേക്ക് ശാന്തമാക്കും. അതാണ് മാറി മാറി വന്ന സർക്കാരുകൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു കണക്ക് കൂടി പറഞ്ഞു പോകാം. 2020, 2021 കാലഘട്ടത്തിൽ 132, 2021, 22 കാലഘട്ടത്തിൽ 137, 2022, 23 കാലഘട്ടത്തിൽ 98, 2024, 2025 ഇതുവരെ 74 പേർ. ഇങ്ങനെയുള്ള പട്ടികയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ പട്ടികകൾ വെച്ചുകൊണ്ട് വേണം ഇപ്പോൾ നടക്കുന്ന പ്രഖ്യാപനങ്ങളെ, നടപടികളെ നമ്മൾ നോക്കിക്കാണാൻ.